ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ. ജൂൺ 17 തീയതിയാണ് ഈ വീഡിയോ. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും 18 തീയതിയാണ് കേട്ടോ. അപ്പോൾ ജൂൺ 17 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, നമ്മുടെ കണ്ണൻകുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടന് 4 വയസ്സായി. ഭയങ്കര സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ എന്താണ് തുടങ്ങുന്ന ആ രീതിയിൽ തന്നെ ചായയൊക്കെ ഇട്ടു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡലിയാണ്, പിന്നെ ചമ്മന്തിയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കുളിച്ച് റെഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഈ ഉണ്ണിക്കുട്ടനെ കിട്ടിയിട്ട് 4 വർഷമാകുമല്ലേ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകണ്ടേ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പൊന്നുകുട്ടി കണ്ണൻകുട്ടൻ രണ്ടുപേരും എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലേ. എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. നമ്മുടെ മക്കൾ ജനിച്ച ദിവസം, അതിപ്പോൾ നാളെ നമ്മൾ അത്രയും ഒരു ഇതിൽ അമ്പലത്തിൽ പോകും, വഴിപാട് കഴിക്കും, പക്ഷേ ജനിച്ച ആ ഒരു ഡേറ്റ് ഭയങ്കര പ്രത്യേകതയാണല്ലേ. എനിക്ക് ഡേറ്റ് നോക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച ആ ദിവസം അതല്ലേ. ഇവിടെ ചില അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളാണ് നോക്കണ്ടേന്ന്, പക്ഷേ എനിക്ക് ഡേറ്റ് നോക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ആ ജൂൺ 17 ഒരു 4:45 ആ ഒരു ടൈമിലാണ് കണ്ണൻകുട്ടൻ ജനിച്ചത്. ആ ഒരു ടൈം ഭയങ്കര എനിക്ക് അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. എൻ്റെ മക്കളുടെ പിറന്നാളിന് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു ദിവസം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അല്ലേ. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് നമ്മൾ ചേർത്തല അമ്പലത്തിൽ വന്നു, അമ്മേനെ കണ്ടു, പ്രാർത്ഥിച്ചു. എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ ചേർത്തല അമ്പലത്തിൽ പോകാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ബീഫൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചേർത്തലയിൽ പക്ഷിപ്പനിയാണ് കേട്ടോ, അതുകൊണ്ട് കോഴി മുട്ട അതൊക്കെ നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ബീഫാണ് കേട്ടോ വാങ്ങിച്ചത്. വേറെ ആരുമില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ, വളരെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ അതേ ഞാനിരുന്ന് സബോള, വെളുത്തുള്ളി, ഇഞ്ചിയുടെയൊക്കെ തൊലി കളയുക. ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ. പൊന്നുകുട്ടി ഞാൻ എടുക്കാൻ വീഡിയോ കുറച്ചൊക്കെ, എനിക്കും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണെന്നും പറഞ്ഞാൽ നമ്മുടെ പൊന്നുകുട്ടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട പൊന്നുകുട്ടി, നാണക്കേട്, ആൾക്കാർ വല്ലതും പറയും പൊന്നുകുട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് സാരമില്ല, നല്ലതാണെന്നും പറഞ്ഞിട്ട് പൊന്നുകുട്ടി എടുക്കുകയാണ് കേട്ടോ. ഞാൻ സബോളയുടെ തൊലികളെയാണ്. അപ്പുറത്ത് രാജേഷണം നിൽപ്പുണ്ട്, രാജേഷണം ബീഫ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് സബോള കൂടുതൽ വേണം, പിന്നെ കുഞ്ഞ് സബോള ആയതുകൊണ്ട് ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ ചെയ്തു വന്നപ്പോൾ ബീഫ് ബിരിയാണി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു നെയ്ച്ചോറിൻ്റെ വീഡിയോ പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇടാൻ കേട്ടോ. എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു, നീ ആ നെയ്ച്ചോറിൻ്റെ വീഡിയോ എന്തുകൊണ്ട് ഇടുന്നില്ല എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇടാവേ, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയുമല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടിയുടെ പരിപാടീസാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഞാൻ ഓർത്ത് അവൾ ചെയ്യട്ടെ, അവളുടെ ആഗ്രഹമല്ലേ, വീഡിയോ ഒക്കെ എടുത്ത് തരട്ടെ. അത്യാവശ്യം ഈ വീഡിയോസൊക്കെ പൊന്നുകുട്ടി തന്നെയാണ് കേട്ടോ എടുക്കുന്നതും എല്ലാം. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആവുമല്ലോ, വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ബിരിയാണി റൈസൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നു കേട്ടോ. റൈസൊക്കെ വെന്ത് വന്ന് നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ. അതിന് ശേഷം ഞാൻ ദമ്മിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ദമ്മിടൽ കണ്ട ആരും കളിയാക്കല്ലേ കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് വെയിറ്റ് വെച്ചിട്ടുള്ളൊരു ദമ്പ് പരിപാടിയാണ്. അപ്പോൾ ദേ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ സിമ്പിൾ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇങ്ങനെ കളറ് ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കേക്കൊക്കെ മേടിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളറുള്ള കേക്ക് അത്ര നല്ലതല്ല. ചില ആളുകളിങ്ങനെ വൈറ്റ് ഫോറസ്റ്റിൽ തന്നെ ഇങ്ങനെ കളർ ഒഴിച്ചിട്ട് ഓറഞ്ച് കളർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് കളർ അത്ര നല്ലതല്ല. ഇപ്പം നമ്മൾ ചോക്ലേറ്റിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്, അതുകൊണ്ട് കളർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇപ്പം മാക്സിമം ഒന്നെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ്, ഇത് രണ്ടിലേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ പരിപാടികൾ. പിന്നെ എസൻസൊക്കെ ഒരുപാട് ചേർക്കുന്നതൊക്കെ കൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വൈറ്റ് ഫോറസ്റ്റ് ആണ്, അതും കുറച്ചേ ഉള്ളൂ. കാരണം ഇവിടെ മധുരം ആർക്കും അത്ര താല്പര്യമില്ല എന്നല്ല, മധുരം ആർക്കും അങ്ങനെ അധികം കഴിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന എനിക്ക് പോലും മധുരം അധികം പറ്റത്തില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാനിവിടെ പാല് അങ്ങനെ മധുരം ഇട്ടുള്ളൊരു പരിപാടി കൊടുക്കുന്ന അതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്.
ചെറിയൊരു കേക്ക്, ചെറിയൊരു ആഘോഷം. രാജേഷൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അച്ഛൻ എല്ലാവരും ഉണ്ട്. പിന്നെ അനിയനും ഉണ്ട് കേട്ടോ. അനിയൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അനിയൻ ഉച്ചയാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്ക് നേരത്തെ മുറിച്ചു കേട്ടോ. അനിയൻ വരുന്നത് നോക്കി നിന്നില്ല, കാരണം അവൻ ലേറ്റ് ആവും. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ കേക്ക് മുറിച്ചു. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടൻ കേക്ക് കണ്ടപ്പോൾ തൊട്ട് ബഹളമാണ്. കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞു. കണ്ണൻകുട്ടൻ ഫേവറേറ്റ് ആണ് കേട്ടോ കേക്ക്, ഇതുപോലുള്ള മധുരങ്ങൾ എല്ലാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നങ്ങ് കേക്ക് മുറിക്കുകയാണ്. ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ അധികം മുറിക്കാറില്ല. ഇങ്ങനെ 4 പേരും കൂടെ നിന്ന് ഇങ്ങനെ കൈപിടിച്ച് അധികം മുറിക്കുക. ഒന്നെങ്കിൽ രാജേഷനെ കൊണ്ട് മക്കളെ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കേക്ക് മുറിക്കാനൊന്നും നിൽക്കാറില്ല. എനിക്ക് അവർ 3 പേര് നിന്ന് മുറിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ അണ്ണൻ്റെ പിറന്നാളാണെങ്കിലും മക്കളുമായിട്ട് നിന്ന് മുറിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ പിറന്നാളിന് മാത്രം ഞാനിങ്ങനെ നിന്ന് മുറിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടൻ്റെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. പിറന്നാൾ കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. കണ്ണൻകുട്ടനും വായിൽ വെച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫുൾ ഹാപ്പിയാണ് നമ്മുടെ കണ്ണൻകുട്ടൻ. എന്താണ് പറയേണ്ടത്, ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതുപോലുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ വീഡിയോ എടുക്കുക, അതിലൊരു പാട്ട് കയറ്റുക, പിന്നെ അത് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കിതൊക്കെയാണ് എൻ്റെ സന്തോഷം. എൻ്റെ മക്കളുടെ പിറന്നാളൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ആ ആഘോഷം നല്ല വലിയ രീതിയിൽ ആഘോഷിക്കുന്ന രീതിയിലാണ് എൻ്റെ മനസ്സിന് കേട്ടോ. ഇതുപോലൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് മുറിക്കുന്നതും എല്ലാം. ദേ കണ്ണൻകുട്ടൻ്റെ അപ്പൂപ്പനല്ല അപ്പൂ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എൻ്റെ അച്ഛനാണത്. എൻ്റെ അച്ഛനും കേക്കൊക്കെ കൊടുക്കുവാണ്. കണ്ണൻകുട്ടൻ അപ്പൂ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛനെ. പിന്നെ രാജേഷൻ്റെ അച്ഛനും അമ്മയും ബാവുപ്പൻ, തങ്കിയമ്മ എന്നൊക്കെയാണ് കണ്ണൻകുട്ടനും പൊന്നുക്കുട്ടിയും ഇവരെയൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടുന്നൊക്കെ കേക്കൊക്കെ കൊടുത്തു. കണ്ണൻകുട്ടൻ്റെ മുഖത്ത് പൊന്നുകുട്ടി കേക്ക് തേച്ച് കൊടുത്തതിൻ്റെ ഒരു ദേഷ്യമാണ് കേട്ടോ. അവന് ഇഷ്ടമല്ല അങ്ങനെ മുഖത്തൊന്നും അങ്ങനെയൊന്നും തേക്കുന്നത്. അങ്ങനെ മുഖത്ത് തേച്ചതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. ഇനി അത് തുടച്ചതാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആള്. പിന്നെ ഇതിൻ്റെ മെഴുകുതിരി കെടുത്തിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അത് ഊതിക്കെടുത്തുവാണ്. നമ്മളങ്ങനെ ഊതിക്കെടുത്താറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ 2 പേരും ഊതിക്കെടുത്തി. മെഴുകുതിരി അവസാനമാണ് കേട്ടോ മെഴുകുതിരി ഊതിക്കെടുത്തത്. പിന്നെ നമ്മുടെ തൊപ്പി വെക്കാൻ മറന്നുപോയി. തൊപ്പിയൊക്കെ കേക്ക് മുറിച്ചതിന് ശേഷമാണ് വെച്ചത്. എന്തെങ്കിലുമൊക്കെ മറന്നു പോകും, എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുവാണ്. എല്ലാവരും കേക്കൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പിറന്നാളായിരുന്നു കേട്ടോ. നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. നമ്മുടെ പൊന്നുകുട്ടൻ നമ്മുടെ ആലപ്പുഴയിൽ സഹൃദയ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് കണ്ണൻകുട്ടനും ജന്മം നൽകിയത്. എന്താ പറയുന്ന ആ ഒരു നിമിഷം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലേ. എല്ലാ അമ്മമാരുടെ ആ ഒരു സമയം അത്ര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ടൈമാണല്ലേ, എന്താ പറയണ്ടേ. അപ്പോൾ അതേ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദമ്മ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് എല്ലാം കൂടി ഇട്ടിട്ടാണല്ലോ, ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ഇട്ടിട്ടാണല്ലോ. ഞാൻ പക്ഷേ റൈസ് മാത്രം ദമ്മ് ചെയ്തെടുത്തത്. ബീഫ് വേറെ സെപ്പറേറ്റ് ഞാൻ കറിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പപ്പടം, മറ്റേ ചെള്ളാസ് അല്ലേ ആ സംഭവമുണ്ട്, കച്ചമ്പർ അങ്ങനെയും പറയും. അപ്പോൾ അത്, പിന്നെ ബീഫ് നല്ല റോസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി റൈസ് അങ്ങനെയാണ് കേട്ടോ. റൈസ് ദം ചെയ്ത് സെപ്പറേറ്റ്, പിന്നെ സെപ്പറേറ്റാണ് ബീഫും വെച്ചത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ടെൻഷനായിരുന്നു. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വെക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മാത്രം വെക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുന്നത്, കുഴപ്പമില്ലായിരുന്നു. സംഭവം സൂപ്പറായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ അനിയനും വന്നു. രാജേഷൻ്റെ അനിയനാണ് കേട്ടോ. അനിയനും വന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ എന്താണ്, നമ്മുടെ കണ്ണൻകുട്ടൻ ഞാൻ പറഞ്ഞല്ലോ സഹൃദയ ഹോസ്പിറ്റലായിരുന്നു കണ്ണൻകുട്ടൻ്റെ ഡെലിവറിയൊക്കെ. ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു ഡിപ്രഷൻ പിടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കണ്ണൻകുട്ടൻ വന്നത് കേട്ടോ. ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാകെ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു വിഷമ ഒരു അന്തരീക്ഷ സമയത്താണ് നമ്മുടെ കണ്ണൻകുട്ടൻ ക്യാരിങ് ആണെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലൊരു പ്രകാശം കൊണ്ടുപോകുന്നൊരു വ്യക്തിയും കൂടിയാണ്. അത്രയ്ക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇരുട്ട് മൂടി കിടന്നിരുന്ന സമയത്താണ് കണ്ണൻകുട്ടൻ്റെ വരവ്. ഇത് രാജേഷൻ്റെ അനിയൻ വാങ്ങിച്ചു കൊടുത്താട്ടോ. കണ്ണൻകുട്ടൻ്റെ ചിറ്റപ്പൻ വാങ്ങിച്ചു കൊടുത്തൊരു കളിപ്പാട്ടമാണ്, അതും കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇത് പൊന്നുകുട്ടിക്ക് അനിയൻ വാങ്ങിച്ചു കൊടുത്താണ്. അനിയൻ അങ്ങനെയാണ്, 2 പേർക്കും കളിപ്പാട്ടം എന്തെങ്കിലും വാങ്ങിക്കും കേട്ടോ, എന്ത് ഇതിനും.
അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ പിറന്നാൾ ഫംഗ്ഷൻ. അങ്ങനെ ഒരുപാട് വലിയ രീതിയിലൊന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ചിലവ് കുറച്ച രീതിയിൽ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.